ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെ നമ്മൾ വായിക്കുമ്പോൾ, അപ്പോൾ മുതൽ യേശു താൻ ജെറുസലേമിലേക്ക് പോകേണ്ടതാണെന്നും മൂപ്പന്മാർ, മുഖ്യപുരോഹിതന്മാർ, വേദജ്ഞർ എന്നിവരാൽ കഷ്ടം സഹിച്ച് കൊല്ലപ്പെടേണ്ടതാണെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ തുടങ്ങി. പത്രോസ് അദ്ദേഹത്തെ മാറ്റി നിർത്തി ശാസിച്ചു, കർത്താവേ, അതൊരിക്കലും പാടില്ല. അങ്ങേക്ക് അതൊരു നാൾ സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എൻ്റെ പുറകിൽ പോകുക. നീ എനിക്ക് പ്രതിബന്ധമാണ്. നീ ദൈവത്തിൻ്റെ കാര്യങ്ങളല്ല, മനുഷ്യരുടെ കാര്യങ്ങളത്രേ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു. യേശു പറഞ്ഞത്, സാത്താനെ, എൻ്റെ പുറകിൽ പോകുക. നീ എനിക്കൊരു പ്രതിബന്ധമാണ്. നീ ദൈവത്തിൻ്റെ കാര്യങ്ങളല്ല, മനുഷ്യരുടെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് NIV ഇങ്ങനെ എഴുതിയേക്കുന്നത്. സത്യവേദ പുസ്തകത്തിൽ എഴുതിയേക്കുന്ന, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്കൊരു ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റെ അല്ല, മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഈ രണ്ട് ഭാഗം കൂടെ നമ്മൾ നോക്കിയാൽ രണ്ട് തരം ചിന്തയുണ്ട്, രണ്ട് തരം കരുതലുണ്ട്. ഒരു ബൈബിളിൽ പറയുന്നത് ദൈവത്തിൻ്റെ കാര്യങ്ങളല്ല, മനുഷ്യൻ്റെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. സത്യവേദ പുസ്തകം പറയുന്നു കരുതുന്നതെന്ന്. അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നത്, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളുണ്ട്, മനുഷ്യരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഈ മാനുഷിക ലോകത്തിലുള്ള മാനുഷിക ചിന്തകൾ, ആശയങ്ങൾ, കരുതലുകൾ ആത്മിക ലോകത്ത് കലക്കുമ്പോൾ, അതായത് മാനുഷികമായ ചിന്തകളും ആശയങ്ങളും ആത്മിക ലോകത്ത് കലക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മിക ലോകത്ത് ഉപയോഗിക്കുമ്പോൾ അത് പൈശാചികമായി മാറും. യേശു എന്തിനാണ് ഭൂമി വന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി ശാസിക്കുകയല്ലായിരുന്നു. പത്രോസിന് ശാസിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഈ പത്രോസ് ചിന്തിച്ചത് മാനുഷികമായിട്ട് തെറ്റൊന്നുമല്ല. നമ്മൾ ചിന്തിക്കുമ്പം പത്രോസ് ചിന്തിച്ചതിനകത്ത് തന്നെ തെറ്റിരിക്കുന്നത്. തൻ്റെ ഗുരു അങ്ങനെ കൊല്ലപ്പെടുക എന്നൊന്നും പുള്ളി ചിന്തിച്ചില്ല. പക്ഷേ അത് നടന്നില്ലെങ്കിൽ യേശു ഭൂമി വന്നതിൻ്റെ ഉദ്ദേശം പാടെ തെറ്റും. ആ ഉദ്ദേശം തെറ്റിക്കാൻ പത്രോസിനെ സാത്താൻ നയിക്കുകയായിരുന്നത് കൊണ്ടാണ് പത്രോസിനെ യേശുവിന് ശാസിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും, ഈ കപടഭക്തിയും കപട വിനയവും അത് യഥാർത്ഥ ഭക്തിക്കും യഥാർത്ഥ വിനയത്തിനും എതിരാണ്. കപടഭക്തിയും കപട വിനയവും യഥാർത്ഥ ഭക്തിക്കും യഥാർത്ഥ വിനയത്തിനും അതെതിരാണ്. അതായത് ഒന്നുകിൽ ഈ അകത്ത് വ്യാപരിക്കുന്ന പുറത്ത് വ്യാപരിക്കുന്ന ആത്മാവ് സാത്താന്യ ആത്മാവായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഒരു പിശാചു ബാധിതൻ്റെ ലക്ഷണമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചാൽ, പൊതുവെ മനുഷ്യർ മനസ്സിലാക്കി വച്ചിരിക്കുന്ന ഒരു കാര്യം, വളരെ ഒച്ചയെടുക്കാത്ത ആൾ, വളരെ ശാന്തമായിട്ട് പറയുന്നയാൾ, എപ്പോഴും ചിരിക്കുന്നയാൾ, ഇതെല്ലാം ഒരു ആത്മീക ലക്ഷണമാണെന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ചിന്താഗതിയുണ്ട്. ഒരു ഇല പോലും ഇളകാതെ നടക്കുന്നയാൾ, ഒരു ഭക്തിയുടെ ഒരു പര്യവേഷം. അത് ശരിക്കും ഈ തിമോത്തിയോസിൻ്റെ പുസ്തകത്തിൽ 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊള്ളുക. മനുഷ്യർ സ്വാർത്ഥപ്രിയരും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും മനുഷ്യപ്രിയമില്ലാത്തവരും വഴങ്ങാത്തവരും ഏഷണിക്കാരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരരും സൽഗുണദോഷികളും ആയിത്തീരും. അവർ ചതിക്കുന്നവരും സാഹസികരും ഗർവിഷ്ഠരും ദൈവത്തെ സ്നേഹിക്കാത്ത ഭോഗപ്രിയരും ഭക്തിയുടെ ബാഹ്യവേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അവരെ വിട്ട് അകന്നുകൊള്ളുക എന്നെഴുതിയേക്കുക. ഭക്തിയുടെ ബാഹ്യവേഷം ധരിക്കും, എന്നിട്ട് അതിൻ്റെ ശക്തി ത്യജിക്കും. അവരെ വിട്ടകന്നുകൊള്ളുക എന്നാണ് ദൈവവചനം നമ്മളോട് വ്യക്തമായി പറയുന്നത്. ഈ പത്രോസിനെ പോലെ
ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ നീക്കുന്ന ആളുകൾ ഇന്ന് ആത്മലോകത്തുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി എന്നത് അത് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി എന്ന് പറയുമ്പോൾ ഈ എഴുതിയതൊന്നും അടിസ്ഥാനപരമായിട്ട് എഴുതിയത് മലയാളത്തിലല്ല, ഇംഗ്ലീഷിലും അല്ല. ഇത് പഴയ നിയമ കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതിയത് ഹീബ്രുവിലും, പുതിയ നിയമ കാര്യങ്ങൾ എഴുതിയത് ഗ്രീക്കിലുമാണ്. അപ്പോൾ ഹീബ്രുവിലും ഗ്രീക്കിലും എഴുതി വച്ചിരുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് 22 അക്ഷരമുള്ള ഹീബ്രു, 23 അക്ഷരമുള്ള ഗ്രീക്ക്, 24 അക്ഷരമുള്ള ഇംഗ്ലീഷ്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ മാറി മാറി ലോകത്തിലെ വിവിധ ഭാഷകളിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ തർജിമയ്ക്കകത്ത് വന്ന വ്യത്യാസങ്ങൾക്ക് ദൈവം ഉത്തരവാദി അല്ല എന്നതാണ് നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കാലഘട്ടത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും അനുസരിച്ച് മൂലഗ്രന്ഥങ്ങളോട് കിടപിടിക്കുന്ന അർത്ഥത്തിലും ആശയത്തിലും ഒരു വ്യത്യാസവുമില്ലാത്ത തർജിമകൾ പുറത്തിറക്കാൻ ലോകത്തിലെ എല്ലാത്തരം ഭാഷകൾക്കും ഇന്ന് കഴിയും. പക്ഷേ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ, ഓരോ നാടുകളിലെയും ജനം ഈ കാലാകാലങ്ങളിൽ തർജിമയിൽ മിസ്റ്റേക്ക് വന്ന ആശയങ്ങൾ പഠിച്ചും വ്യാഖ്യാനിച്ചും അതിന് തക്കവണ്ണമുള്ള കപടഭക്തിയും കപട വിനയവും ഒക്കെ എടുത്തപ്പോൾ ശരിക്കും അവർ പിശാചിൻ്റെ കയ്യിലെ ഉപകരണമായി പോയി. യേശുവിൻ്റെ കൂടെ സ്ഥിരം നടന്നുകൊണ്ടിരുന്ന ശിഷ്യന്മാരിൽ പ്രധാനി, ഏതാണ്ട് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന സമയങ്ങളായപ്പോഴത്തേനും ആ 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്ന് പഠിച്ച പത്രോസ്, യേശുവിൻ്റെ കൂടെ നടന്ന് കണ്ട പത്രോസ്, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന വെളിപ്പാട് പ്രാപിച്ച പത്രോസ് അവസാനം ദൈവപദ്ധതിക്ക് വിലങ്ങ് നിന്നെങ്കിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ദൈവിക പദ്ധതിക്കകത്ത് നമ്മൾ അറിയാതെയും നമ്മളെ മുൻകാലങ്ങളിൽ മതം പഠിപ്പിച്ചതും അനുസരിച്ച് നമ്മൾ തിരിഞ്ഞു നിൽക്കാം. അതായത് ശരിക്കും 3 പേര് ഐക്യമാണ്, അല്ല യൂണിയനാണ്. 1 മഹാസർപ്പം, 2 കള്ളപ്രവാചകൻ, 3 മൃഗം. ഇത് 3 വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന വാക്കുകളാണ്. മഹാസർപ്പം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പിശാച് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അവനെ സാത്താൻ എന്ന് വിളിക്കാം. കള്ളപ്രവാചകനെ കള്ള ശുശ്രൂഷകൻ എന്ന് വിളിക്കാം. പിന്നെ ഈ മൃഗത്തിനെ പണം എന്ന് വിളിക്കാം. അപ്പോൾ ഈ കപട ശുശ്രൂഷകൻ എന്ന് പറയുന്നത്, കള്ള ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ കള്ള ശുശ്രൂഷ ആസ്വദിക്കുന്നവനെയും ആ കൂട്ടത്തിൽ തന്നെ പെടുത്തണം. അതായത് ഒരു വശത്ത് പിശാച്, അതിൻ്റെ കൂട്ടത്തിൽ കള്ള ശുശ്രൂഷകനും കള്ള ശുശ്രൂഷ ആസ്വദിക്കുന്നവനും, പിന്നത്തെ പ്രധാന വിഷയം പണവും. യേശു ഭൂമി വന്ന കാലത്തും നിലവിൽ അവിടെ മതം ഉണ്ടായിരുന്നു, നിലവിൽ അവിടെ വചനം ഉണ്ടായിരുന്നു, നിലവിൽ അതിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വചനമായ യേശുവിനെ നിലവിലുള്ളായിരുന്ന വചനം കൈകാര്യം ചെയ്യുന്നവർക്ക് പോലും മനസ്സിലായില്ല. അവർക്ക് മനസ്സിലായില്ല. വചനമായ യേശു തന്നെ ഭൂമി വന്നിട്ട് അവർക്ക് മനസ്സിലായില്ല. ഇന്നും നിലവിലുള്ള മതത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നവർ ധാരാളമുണ്ട്. അവർക്ക് അവരുടെ മതം പറയുന്നതാണ് ശരി. അവരുടെ മതത്തിൽ കൂടി അവർ നോക്കിയിട്ട് അവർ പറയും ഇത് ഫ്രോഡാന്ന് പറയും. സത്യത്തിൽ ഇത് ഫ്രോഡാണോ ഇല്ലയോ എന്നറിയണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥം എന്താണെന്ന് ആദ്യം ഒന്ന് പഠിക്കണം. എന്നെ എൻ്റെ മതം പഠിപ്പിച്ചതാണ് ശരി എന്ന് ധരിക്കുന്ന കണ്ണിൽ കൂടെ ദൈവത്തെ നോക്കിയാൽ അതൊരിക്കലും മനസ്സിലാവില്ല. അങ്ങനെ നോക്കുമ്പം ആ മതത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് നോക്കുമ്പം ഈ സത്യം പറഞ്ഞവൻ ഫ്രോഡായിട്ട് തോന്നും. അതിനകത്തൊരു കാര്യം പ്രധാനമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വേശ്യാലയം നടത്തുന്നവർക്ക് അതൊരു തെറ്റല്ല. ഷാപ്പ് നടത്തുന്നവർക്ക് ഷാപ്പ് തെറ്റാണ്, മദ്യപാനം തെറ്റാന്ന് പറയാൻ പറ്റിയല്ല. ബാറ് നടത്തുന്നവർക്ക് മദ്യപാനം തെറ്റാന്ന് പറയാൻ പറ്റിയല്ല. ബ്ലേഡ് നടത്തുന്നവർക്ക് അത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. അവരത് പറയലത്. അവരതിന് തക്കവണ്ണം എങ്ങനെയാലും ഒഴിഞ്ഞ് നിൽക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിലുള്ള പുസ്തകം നമ്മൾ പഠിച്ചു പോയെങ്കിലും ഇതിനപ്പുറത്തൊരു ശരി ഉണ്ടെങ്കിൽ, മൂലഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനകത്തൊരു ശരി ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ സത്യം തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർക്കിത് തിരിച്ചറിയാൻ പറ്റില്ല. അവസാന നാളിൽ ചെമ്മരിയാടിനെയും കോലാടിനെയും വേർതിരിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ഈ ചെമ്മരിയാടും കോലാടും സഭയ്ക്കകത്ത് തന്നെ ഉള്ളതുങ്ങളോ. അന്ന് കോലാട് പറയരുത് ഞാനിത് തിരിച്ചറിഞ്ഞില്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പുസ്തകം വെച്ച് ഞാൻ നോക്കിയതാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യം വരും എന്നുറപ്പാണ്. വരും എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ
ഈ കപടഭക്തിയും കപടവിനയവും. കപടഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി വെച്ചതിനകത്ത് തർജ്ജിമയ്ക്കകത്ത് വ്യത്യാസം വന്ന് ആ ആശയങ്ങൾ അന്ധമായിട്ട് അങ്ങ് പ്രചരിപ്പിക്കുന്നവരുടെ ഉള്ളിൽ സത്യത്തിൽ ദൈവം നോക്കുമ്പോൾ അത് കപടഭക്തിയാണ്. കാരണം ദൈവം ഉദ്ദേശിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും പുറകിൽ, കപടഭക്തിയുടെയും കപട വിനയത്തിൻ്റെയും പുറകിൽ പിശാചാണ്. അതുകൊണ്ട് തന്നെ ഇത് കൊണ്ടു നടക്കുന്നവൻ്റെ ലക്ഷണമാണ്, പിശാചുബാധിതൻ്റെ ലക്ഷണമാണ് ഈ കപടഭക്തിയും കപട വിനയവും. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവേ, യഥാർത്ഥത്തിൽ അങ്ങയുടെ വചനം എന്താണ്, അങ്ങയുടെ ആത്മാവ് എന്താണ് ഉദ്ദേശിച്ചത്, വചനം എന്താണ് പറഞ്ഞത് എന്ന് അത് യഥാർത്ഥത്തിൽ മനസ്സിലാകുവാൻ പ്രത്യേകിച്ച് കർത്താവെ, കേരളത്തിലുള്ള ഓരോ പ്രിയപ്പെട്ടവരുടെയും ഹൃദയങ്ങളെ ദൈവം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അറിഞ്ഞതും കേട്ടതിനപ്പുറത്ത് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ സത്യങ്ങളുണ്ടെന്ന് ഗ്രഹിക്കുവാനും അത് തിരിച്ചറിയുവാനും മനസ്സുള്ള, ഹൃദയമുള്ള ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.